വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്തെങ്കിലും സ്പെഷ്യൽ വേണം അമ്മാമ്മി എന്നും പറഞ്ഞ് ഇസക്കുട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. സവോള എടുത്ത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് മുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഇവയെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴേ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? അത് തന്നെ നല്ലൊരു ഉഗ്രൻ സവോള ബജിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പിന്നെ താമസിപ്പിക്കേണ്ട, തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും എരിവിന് ആവശ്യമായി ഒരൽപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല മണത്തിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും പെരുംജീരകവും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഈ പണി എളുപ്പമാണ് കേട്ടോ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെറിയ ചെറിയ ഉരുളകളാക്കി എണ്ണയിൽ വറുത്ത് കോരുക. ഇത്രേ ഉള്ളൂ, സവോള ബജി തയ്യാർ. അപ്പോൾ ഇസക്കുട്ടി ഒത്തിരി നേരമായിട്ട് അമ്മാമ്മയുടെ സവോള ബജിയും കാത്തിരിക്കുവാണ്. ഇസക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.